അല്ല കുഞ്ഞോളെ എന്താ പരിപാടി? ഞാനേ ആ കറിപ്പാത്രം എടുത്തത് അത് ചൂടായിന് കയ്യിന്നാണ് ചാടി ചൂടായപ്പോ ചൂടായത് മറന്നിക്കണേ ഞാന് അടുക്കള ഞാൻ വീഡിയോ എഡിറ്റ് കൈ പൊള്ളിയാ പിന്നെ ഒച്ചല്ലേ കാരം ഉണ്ടാക്കുക. അല്ല എന്തോടെ പോയി തുടക്കണത്? അബ്രുവിന്റെ പഴയ ടീഷർട്ട് കൊണ്ടോ? പിന്നെ എങ്ങനെ ഇവിടെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്താ തയ്ക്കുക? അതൊന്നും ഉപയോഗിച്ചില്ലല്ലോ. അത് ഉപയോഗിച്ചാൽ എല്ലാത്തിനും ഒരു അതിൻ്റെതായിട്ടുള്ള പർപ്പസ്. ആ തുണിയോട് ഇങ്ങനെ തുടച്ചാ ആ വെള്ളമായിട്ടേ പറ്റൂല, ഇങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തി കുത്തിർക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഇതൊക്കെ വൈറ്റ് സാധനമാണ്, ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ചളിയും മണ്ണുണ്ടെങ്കിൽ ആ വരയും പോകുകയും ചെയ്യും. പിന്നെ കളർ പോകാതെ അങ്ങനെയല്ല, വെള്ളം അബ്സോർവ് ചെയ്യണ മൈക്രോ ഫൈബറിന്റെ തുണി കൊണ്ട് വേണം ക്ലീൻ ആക്കാൻ. അത് വേണേ കൊണ്ടുതരണോ? എന്നാ നീ സാധനം കൊണ്ട് തുടച്ചാൽ മതി കേട്ടോ കിച്ചണ്. എവിടെ എന്ത് ഇതാണെങ്കിലും അതുകൊണ്ട് തുടച്ച് വൃത്തിയാക്കുക. ഈ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഈ ട്രൗസറും കുപ്പായൊക്കെ, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുകൊണ്ട് വേണം ക്ലീൻ ചെയ്യാൻ. അത് ക്ലീൻ ചെയ്ത പെർഫെക്റ്റ് ആയിക്കാരം. വെള്ളം വലിച്ചെടുക്കും, പരിക്കും ഉണ്ടാവില്ല. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിക്കാരം. ഇത്രയും നല്ല കിച്ചണൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് ഇങ്ങനത്തെ സാധനമൊക്കെ കിച്ചൺ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക്. ട്രൗസറും കുപ്പായം കൊണ്ടാ തുടക്കുക. ഇത് റീയൂസബിൾ ആണ്, പിന്നെ നമുക്ക് ഉപയോഗിക്കും ചെയ്യാം. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങി വെക്കുന്നത് അത്യാവശ്യമായിട്ട്. നമ്മൾ എത്ര കാലം എഴുതിയിട്ട് കുട്ടികളെ ട്രൗസറും ടീഷർട്ടൊക്കെ കൊണ്ട് ഇങ്ങനെ അടുക്കളയിൽ കൈക്കല കഷ്ണാക്കണത്, എന്നിട്ട് അതുകൊണ്ടായിട്ട് തുടച്ചാൽ പോകും. അതിങ്ങനെ അളിപ്പിൽ ഇങ്ങാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകുന്നില്ല. ഇതിൻ്റെ ഒരു ക്ലീനിങ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഒറ്റ വൈപ്പിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആയാൽ ഫിനിഷ് ആവും. അതേപോലെ തന്നെ നമ്മൾ ഈ ടൈലിന് വരെ വീഴുക. അതേപോലെ ഈ സാധനം മൈക്രോ ഫൈബർ ആയതുകൊണ്ട് നല്ല അബ്സർവേഷൻ ആട്ടോ. ഇത് റീയൂസബിളും ആണ്, വാഷബിളും ആണ്. അതുകൊണ്ട് തന്നെ ഒരു റോൾ വാങ്ങി നമുക്ക് 6 മാസം വരെ നിൽക്കൂട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ അക്കൗണ്ട് ഫോളോ ചെയ്ത് കണ്ട് ലിങ്ക് കമൻറ്റ് ചെയ്ത് കണ്ട് ഇൻബോക്സിൽ പോരി.